നമസ്കാരം. എൻട്രീൻ്റെ ഇപ്പോൾ പല കോഴ്സുകളും സക്സസ്ഫുൾ ആയതിനു ശേഷം പുതിയ കോഴ്സ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബുട്ടീക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായി നമ്മളുടെ ഒപ്പം ഓക്സ്ഫോർഡ് ഫാഷൻ ഡിസൈനിങ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ മിസ് ജംഷീന KC വന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് വിശേഷം ജംഷീന മിസ്സേ? സന്തോഷം, ഹാപ്പി ആയിട്ട് പോകുന്നു. നമ്മുടെ ഫാഷൻ ഡിസൈനിങ് ഒരുപാട് കുട്ടികൾ അവരുടെ ആ ഒരു പാഷൻ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഓൺലൈനായിട്ട് നമ്മൾ ഫാഷൻ ഡിസൈനിങ് കൊടുക്കുന്നതിലൂടെ അതിൽ ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോഴുള്ളത്. ഇപ്പം ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഫാഷൻ ഡിസൈനിങ് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മാം എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം? നമുക്ക് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് ഹാൻഡ് എംബ്രോയിഡറി, അതുപോലെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്, ഇത് മാത്രമാണെന്നാണ് പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ ഉള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാഷൻ അല്ലെങ്കിൽ സ്റ്റൈൽ, ഇത് ഈ ഒരു വേർഡ് പോലും നമ്മൾ പലരും ഒരേ അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അത് രണ്ടും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ആ കാര്യം മുതൽ എന്താണ് ഫാഷൻ, എന്താണ് സ്റ്റൈൽ എന്ന് തുടങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ തിയററ്റിക്കലായിട്ട് നമ്മൾ കൊടുത്തു പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവരെ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയിലാണെങ്കിലും അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യും, അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണെങ്കിൽ നമ്മൾ ആദ്യം മെഷീൻ നമ്മൾ പരിചയപ്പെടുത്തും, അതിൻ്റെ പാർട്സ്. അപ്പോൾ നമ്മളൊരു പക്ഷേ ഓഫ്ലൈനായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പാർട്സുകളൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇവിടെ നമ്മൾ ആ മെഷീൻ്റെ പാർട്സ് തൊട്ട് ആ ഓരോ പാർട്സിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അത് എങ്ങനെയാണ് നമ്മൾ മെഷീൻ യൂസ് ചെയ്യുന്നത്, ശേഷം അതിൽ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി അതല്ലെങ്കിൽ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് മാത്രം കൊണ്ട് ഒരിക്കലും നമുക്കൊരു നല്ലൊരു ഡിസൈനർ ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. പലരും ഈ ഒരു രണ്ട് കാര്യം മാത്രമായാൽ ഒരു ഡിസൈനറായി എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കിടക്കുന്നത്. നമ്മൾ ഒരു കസ്റ്റമർ നമ്മളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ഒത്തിരി സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡിസൈൻ ആയിരിക്കില്ല ഒരു ആളുടെ മനസ്സിലുണ്ടായിരിക്കുക. അവർ സ്റ്റിച്ച് ചെയ്ത് ധരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സ്ഥിരമായിട്ട് കാണുന്നൊരു ഡിസൈൻ ആയിരിക്കില്ല. അപ്പോൾ അവരുടെ ആ ഒരു താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ഭാവനയിലുള്ള ഒരു ഡിസൈൻ അവർ നമ്മളുടെ മുന്നിൽ വന്ന് അവതരിപ്പിക്കുന്ന സമയത്ത് അവർ പറയുന്നതും നമ്മൾക്ക് മനസ്സിലാകുന്നതും ഒന്നാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലസ്ട്രേഷൻ വഴി അതിനെ ഒന്ന് വരച്ചെടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഫാഷൻ ഇല്ലസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബോഡി എങ്ങനെ വരക്കണം, അതിൽ എങ്ങനെ ഒരു ഡ്രസ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം, അതിൻ്റെ ഒരു എല്ലാ A to Z കാര്യങ്ങളും നമ്മളിതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ പറയുന്ന ഡിസൈൻ നമ്മൾ ഒരു പേപ്പറിലേക്ക് പകർത്തി കൊടുത്തതിന് ശേഷം അതിനെ എങ്ങനെയാണ് ഒരു ഡ്രസ്സാക്കി മാറ്റുക എന്നുള്ളത് ആദ്യം നമ്മൾ പാറ്റേൺ ആണ് തയ്യാറാക്കേണ്ടത്. അതല്ലാതെ അവർ പറയുന്ന ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ തുണി കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി നഷ്ടം വരും നമുക്കവിടെ. അവരോട് എത്ര ക്ലോത്ത് വേണം, അവർ പറയുന്ന ഡിസൈൻ എത്ര ക്ലോത്താണ് നമുക്കതിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനൊരു പാറ്റേൺ തയ്യാറാക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പാറ്റേൺ തയ്യാറാക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ കട്ടിങ്ങിലും സ്റ്റിച്ചിങ്ങിലേക്കും പോകുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഒരു ഐഡിയ നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ അതിനെ മോടി പിടിപ്പിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയിൽ തന്നെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ, നോർമൽ എംബ്രോയിഡറി മുതൽ ട്രഡീഷണൽ എംബ്രോയിഡറി വരെ നമ്മളിതിനകത്ത് കൊടുക്കുന്നുണ്ട്. പ്ലസ് ആരി വർക്ക് കൂടെ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ആർട്ടിൻ്റെ ഭാഗത്തു നിന്ന് ഫാബ്രിക് പെയിൻറ്റിങ്, ഗ്ലാസ് പെയിൻറ്റിങ്, പേപ്പർ ക്രാഫ്റ്റ്, ജ്വല്ലറി മേക്കിംഗ്, ഇത്രയും കാര്യങ്ങളും കൂടെ പ്ലസ് ആയിട്ട് നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബേസിക് മുതൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും സെക്കൻഡ് മൊഡ്യൂളിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്
കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പ്രയാസമില്ലാതെ ഓൺലൈനായിട്ട് കുട്ടികൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഫാഷൻ ഡിസൈനിങ് എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കോഴ്സ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ അതേപോലെ ബുട്ടീക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടെ ഉണ്ടല്ലേ ഈ കോഴ്സിൽ? യെസ്, തീർച്ചയായിട്ടും. അതിലും കുറേ കാര്യങ്ങൾ ആ ഒരു മേഖലയിലും കൂടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ട തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഈ ഒരു കോഴ്സിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ഒരു സാധാരണ മനുഷ്യന് ആദ്യം തോന്നുന്ന ഡൗട്ട് ഇതൊക്കെ ഓൺലൈൻ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം അതിനെന്താണ് എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും നമുക്ക് സാധാരണയായിട്ട് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് അതല്ലെങ്കിൽ അവരുടെ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യമാണ് ഓൺലൈനായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നീന്തൽ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ചോദ്യം. പക്ഷേ അത് നമുക്ക് സാധ്യമല്ലെങ്കിൽ ഇത് സാധ്യമാണ്. അതിന് ഒരുപാട് കുട്ടികളുടെ കോഴ്സിലുള്ള ആ ഒരു എക്സ്പീരിയൻസ്, അതായത് ഓൺലൈൻ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള അവരുടെ സാറ്റിസ്ഫാക്ഷനും കോൺഫിഡൻസും തന്നെയാണ് അതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സക്സസ് സ്റ്റോറീസ് ഓർമ്മ വരുന്നുണ്ടോ? അതായത് തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് സ്റ്റോറികളുണ്ട്. പിന്നെ സ്വന്തമായിട്ട് പുറമേക്ക് പോവാൻ ഒരു സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സക്സസ് ആയി. പിന്നീട് അവർക്ക് ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, അതുവരെ അവരെ ഒപ്പോസ് ചെയ്ത് സംസാരിച്ചവരൊക്കെ പിന്നീട് അവർ ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യും. അവരത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വിളിച്ച് സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ പുറമേ പോയി ജോലി ചെയ്യുന്നവർ, അതായത് കമ്പനികളിലും ടെക്സ്റ്റൈൽസുകളിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവർ, അവരവരുടെ ഒരുപാട് സന്തോഷം ഷെയർ ചെയ്യാറുണ്ട്. അതെല്ലാം നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് ഈ ഒരു ഫീൽഡിൽ. അപ്പം എന്തൊക്കെ ജോലി സാധ്യതകളാണ് ഇതിലുള്ളത്? ജോലി സാധ്യതകൾ നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈനറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പാറ്റേൺ മേക്കറായിട്ട് നമുക്കൊരു അത്യാവശ്യമായിട്ടൊരു ബോട്ടിക്കിലായാലും കമ്പനികളിലായാലും നമുക്ക് വേണ്ടതൊരു പാറ്റേൺ മേക്കറെയാണ്. അതുപോലെ തന്നെ ഫാഷൻ ഇല്ലസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫാഷൻ ഡിസൈനർ, കോസ്റ്റ്യൂം ഡിസൈനർ, ടെക്സ്റ്റൈൽ ഡിസൈനർ, ബോട്ടിക് ഓണറായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഈ ഒരു കുറഞ്ഞ ഡ്യൂറേഷനിലുള്ള ഈ ഒരു കോഴ്സ് കൊണ്ട് തന്നെ നമുക്ക് തൊഴിൽ ചെയ്യാനും തൊഴിൽ ദാതാവാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. അതെ അതെ, അതിനുവേണ്ടി നമുക്ക് ഒരു ഏജ് ലിമിറ്റും ഇല്ല, ഒരു വേറെ അങ്ങനെയല്ലേ ഏജ് ലിമിറ്റും ഇല്ല. എഡ്യൂക്കേഷൻ ഇന്ന കോഴ്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവണമെന്നോ ഒന്നുമില്ല അല്ലേ ഈ കോഴ്സിന്? ആ ഒരു പാഷൻ ഉള്ളിലുണ്ടായിരിക്കണം. അവർക്ക് ആ ഒരു സ്കില്ല്, അവരുടെ സ്കില്ല് വളർത്തിയെടുക്കുക, അവരുടെ ആ ഒരു ടാലൻറ്റ് മനസ്സിലാക്കിയിട്ട് അവരുടെ ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഈ കോഴ്സിൽ ആക്ച്വലി ലൈവ് ക്ലാസ്സസ് ഉണ്ടോ അതോ എല്ലാം റെക്കോർഡഡ്? എങ്ങനെയാണ്? ലൈവ് ക്ലാസ്സസ് ഉണ്ട്. എൻട്രി വഴി ഒരാൾ അഡ്മിഷൻ എടുക്കാണ്, ആ കോഴ്സിൽ എൻട്രി ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ കോഴ്സ് അവർക്ക് അവരുടെ മുന്നിൽ അവതരിക്കപ്പെടാം? അതിൽ അവർക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ആഴ്ചയിൽ വീക്കിലി 3 ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. റെക്കോർഡഡ് വീഡിയോസും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത് ഇവർക്ക് പുറത്ത് പോയി പഠിച്ച് തിരിച്ചു വരുന്ന ഒരു സമയം അത് അവർക്ക് വീട്ടിലിരുന്ന് ഒരുപാട് അതിൻ്റെ ഇരട്ടിയോളമായിട്ട് അവർക്കത് വീട്ടിൽ കിട്ടും. അപ്പോൾ അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഒരു കോഴ്സും കൂടെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പോയി വരുന്നതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒത്തിരി ചിലവ് കൂടുതലായിരിക്കും. പുറമേ നമ്മൾ പോയിട്ട് ഓഫ്ലൈനായിട്ടൊരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിയും, ബുദ്ധിമുട്ടാണ്. അതെ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ക്ലാസ്സസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു ഓഫ്ലൈനായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരാഴ്ചയിൽ തീർത്ത ക്ലാസ് നമ്മൾ വീണ്ടും പോയിട്ട് നമുക്ക് ആ സമയത്തൊരു ലീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലുന്ന സമയത്ത് മറ്റുള്ള കുട്ടികൾ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ പോകേണ്ട ഒരു അവസ്ഥ വരും. അവ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാനൊക്കെ ഫാക്കൽറ്റീസ് തയ്യാറായില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരു നഷ്ടമായിരിക്കും. പക്ഷേ ഇവിടെ അത്തരം ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. റെക്കോർഡഡ് വീഡിയോസ് ലൈവ് ക്ലാസ്സിൻ്റേതായാലും നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിൻ്റേതായാലും റെക്കോർഡഡ് വീഡിയോസ് എൻട്രിയുടെ ആപ്പിനകത്ത് ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇതിലൊന്നും ക്ലിയർ ആവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെന്ററിനോട് ചോദിക്കാനുള്ള കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു
ഒരു ക്ലാസ് വർക്ക്ഷോപ്പും കൂടെ ഉണ്ട് ലൈവായിട്ട്. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഓഫ്ലൈൻ ആയിട്ട് ഒരു വർക്ക്ഷോപ്പും ഉണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി മാം. നമ്മുടെ ഏറെക്കുറെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എംപ്ലോയിയും ആവാം എംപ്ലോയറും ആവാം അല്ലേ? അപ്പോൾ ഗതി മാറാൻ ഒരു എൻട്രി, സ്ഥിതി മാറാൻ ഒരു എൻട്രി, വിധി മാറാൻ ഒരു എൻട്രി. അതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അതിവിടെ ആയാലും വിദേശത്തായാലും സ്വന്തമായൊരു ഓൺട്രപ്രണർ ആവാം. അല്ലാന്നുണ്ടെങ്കിൽ ജോലിയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പല വലിയ സ്ഥാപനങ്ങളിലും ജോലിയും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പല എന്താ പറയുക റോൾസിൽ. ഫാഷൻ ഡിസൈനർ എന്ന് മാത്രമല്ല, എന്തൊക്കെയായിരുന്നു? പാറ്റേൺ മേക്കിംഗ്, ഫാഷൻ ഇല്ലസ്ട്രേറ്റർ, ഡിസൈനർ, ടെക്സ്റ്റൈൽ ഡിസൈനർ, അങ്ങനെ ഒരുപാട് ഫാഷൻ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തുറന്ന് കിട്ടുക ഈ ഒരു കോഴ്സ് ചെയ്താൽ.